മക്തബത്ത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മക്തബ എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇത് ഏറ്റവും പൗരാണികമായ ഇസ്ലാമിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്ത മക്തബയാണ്. മക്കാന വഖഫുൽ കുതുബ അലാ തലബത്തിൽ എഴുതി അതായത് ധാരാളം നൂറ്റാണ്ടുകളിൽ ജീവിച്ച ആളുകൾക്ക് ഈ വിജ്ഞാനം കൈമാറുന്നതിന് വേണ്ടി വിജ്ഞാനദാഹികളായ അറിവ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വഖഫ് ചെയ്ത കിതാബുകളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ പഴയ കാലങ്ങളിലുള്ള ഉലമാക്കളുടെയും അതുപോലെ യാത്രക്കാരായ ആളുകളുടെയും ഒക്കെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള മക്തബയാണ് ഇത്. അതുപോലെ തന്നെ ഈ മക്തബയിൽ ഈ പുസ്തകങ്ങൾ സംരക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മക്തബ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പുരാതനമായ എന്നാൽ വളരെ ദുർലഭമായി മാത്രം കിട്ടുന്ന രചനകളാണ് ഇതിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അറബിയിലെ പ്രിന്റിംഗ് ഉണ്ടല്ലോ, ആ അറബിയുടെ പ്രിന്റിംഗ് തുടക്കം മുതലുള്ള പ്രിന്റിംഗ് എന്നാണോ അറബിയിൽ വന്നത് അതിന്റെ തുടക്കം മുതലുള്ള കിതാബുകൾ ഇതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഈ ഭാഗമാണ് ശരിക്ക് അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ മക്ബറയായിട്ട് അറിയപ്പെടുന്നത്. ഈ മതില് കണ്ടല്ലോ, ആ മതിലിന്റെ അപ്പുറത്താണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ ഖബറായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടാണ് ഈ ആളുകൾ തൊട്ടൊഴിഞ്ഞിട്ടൊക്കെ ആളുകൾ ബർക്കത്ത് എടുക്കുന്നത്. എന്തായാലും നമുക്കത് പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ കുറിച്ച് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലിന്റെ കൂടെ ജീവിച്ച പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഈ മക്തബയായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതിവിശിഷ്ടമായ ഇൽമുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ യാത്രാ സംഘങ്ങളായി അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമായിരുന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാഹനപ്പുറത്ത് ഇരുത്തിയിട്ട് പറഞ്ഞത് യാ ബുനയ്യ, വളരെ ചെറുപ്പത്തിൽ